ഫ്രൈഡേ ഈവനിങ് വൈകുന്നേരത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ കഴിക്കാൻ ചപ്പാത്തിയും കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുറച്ച് നേരത്തെ തന്നെ കുഴച്ച് വെക്കുന്നുണ്ട്. കാരണം കുറച്ച് നേരത്തെ കുഴച്ച് മാറ്റി വെച്ചാലല്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മാവൊക്കെ കുഴച്ച് അടച്ച് വെച്ചതിന് ശേഷം ഇനി കുറുമയ്ക്കുള്ള വെജിറ്റബിൾസൊക്കെ വേകാനായിട്ട് അടുപ്പി വെച്ചു. അപ്പോൾ പിന്നെ ഇനി തേങ്ങാപ്പാൽ എടുക്കണം. അത് തേങ്ങാപ്പാലിന് എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. കാരണം ഇത് നല്ലൊരു ടേസ്റ്റ് മണമായിരിക്കും. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്, ഈ ഒരു മണം, ഇങ്ങനെ പെരിഞ്ചീരകത്തിൻ്റെ മണം ഇങ്ങനെ മുന്തി നിൽക്കുന്നത്. മാത്രമല്ല നമ്മൾ പെരിഞ്ചീരകം മുഴുവനോടെ കറിയിലിടുന്നതിനേക്കാളും ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണുണ്ട്. അപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ആളും കൂടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തി പലകയിലല്ല, പിന്നെ പ്രസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിന്ന് ഒരുപാട് നേരം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇന്ന് പ്രസ്സിൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ രാത്രിയിൽ ചപ്പാത്തിയും കുറുമ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. അപ്പോൾ രാവിലത്തെ കാപ്പിക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ രാത്രിയിലെ ഫുഡും കഴിഞ്ഞു.